പിന്നെ ഇന്ന് എനിക്ക് ചോറ്റും പാത്രത്തിൽ ചോറിനാനൊരു കൊതി കേട്ടോ. എന്നും ഏട്ടനും കുട്ടികൾക്കുമാണ് ചോറ്റും പാത്രത്തിൽ ചോറാക്കാറുള്ളത്. ഇന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചോറ്റും പാത്രത്തിൽ ചോറാക്കുന്നത് കേട്ടോ. സ്കൂളിൽ പോകുന്ന കാലത്ത് അമ്മയാണ് ചോറ്റും പാത്രത്തിൽ ചോറാക്കാറുള്ളത് കേട്ടോ. ഒരു ഉപ്പേരി, ഒരു ചമ്മന്തി, അല്ലെങ്കിൽ ഒരു ഉപ്പേരി, മുട്ട പൊരിച്ചത്, അച്ചാറ്, ഇതൊക്കെയാണ് മിക്ക ദിവസം ചോറ്റുപാത്രത്തിൽ ഉണ്ടാകാറുള്ളത്. ഇന്ന് എൻ്റെ ചോറ്റും പാത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ. വെണ്ടക്ക മെഴുക്ക് പുരട്ടി, മുട്ട പൊരിച്ചത്, കുറച്ച് ചിക്കൻ വറുത്തത്, നല്ല ചൊടിയുള്ള നാരങ്ങ അച്ചാറ്, പിന്നെ ഒരു കൊണ്ടാട്ടം കൂടിയാണ് ഞാൻ ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ വെക്കുന്നത് കേട്ടോ. ആഹാ, ഈ ഒരു പാത്രം ഇങ്ങനെ നിറഞ്ഞു കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാനത് അടച്ചു വെച്ചിട്ട് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ അത് തുറന്ന് ഞാൻ തന്നെ അത് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇതിന് ഒഴിച്ചുകറി ഒന്നും വേണമെന്നില്ല കേട്ടോ. ഈ ഒരു കാര്യം തന്നെ മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ടാൻ കേട്ടോ. ഇതിൻ്റെ കൂടെ നെല്ലിക്ക ഉപ്പിലിട്ടത് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ. ഈ ഒരു വെണ്ടക്ക മെഴുക്ക് പുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ വളരെ രുചിയുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, പാകത്തിന് ഉപ്പ് ചേർക്കുക, എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീണ്ടും കാണാം.